വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 1 ഇയർ ആയിട്ടുള്ളൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ്. നമ്മുടെ ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂൻ്റെ മെറ്റീരിയലും അതേപോലത്തെ സിൽക്ക് കോട്ടൻ്റെ മെറ്റീരിയലുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നേവി ബ്ലൂ കളറ് സിൽക്ക് കോട്ടൻ്റെ മെറ്റീരിയൽ ഞാൻ 1/2 മീറ്ററാണ് എടുത്തേക്കുന്നത്. പിന്നെ ടിഷ്യൂൻ്റെ മെറ്റീരിയൽ 1 മീറ്ററാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ കട്ട് പീസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ 1 മീറ്റർ മേടിക്കുക. ഇനി നമുക്ക് അളവ് നോക്കാം. അപ്പോൾ ഷോൾഡർ 4 ചെസ്റ്റ് 4.5, വേസ്റ്റ് 4.5, ഫുൾ ലെങ്ത്ത് 18 നമ്മൾ 2 പാർട്ടായിട്ടാണ് കേട്ടോ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ടിന് 8ഉം താഴത്തെ പാർട്ടിന് 10ഉമാണ് വേണ്ടത്. നമുക്ക് തുണി മടക്കിയിടുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി ഇതേപോലെ നിവർത്തിയിട്ടിട്ട് 2ആയിട്ട് ആദ്യം മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി. ഇപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴോട്ട് കൈക്കുഴിയുടെ അവിടെ 5ലാണ് കേട്ടോ മാർക്ക് കൊടുത്തേക്കുന്നത്. 5ഓ 5.5 എടുക്കാം. ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളൂ. പിന്നെ ചെസ്റ്റ് 4.5, അതേപോലെ തയ്യൽ തുമ്പ് താഴോട്ട് 8 നമുക്ക് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് കൂടെ കൂട്ടി 10ലാണ് കേട്ടോ ഇറക്കം എടുത്തേക്കുന്നത്. അവിടെ 4.5 തയ്യൽ തുമ്പും കൊടുത്തു. തയ്യൽ തുമ്പൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നെക്ക് 2.25 കേട്ടോ ഞാനിപ്പോൾ കൊടുക്കുന്നത്. താഴോട്ട് ഇറക്കം 2.5. അതൊരു ബോക്സാക്കി എടുത്തു. ഇനിയാണ് കെട്ടുടുപ്പിൻ്റെ മെയിൻ ഐറ്റം വരുന്നത്. നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കണേ. നെക്ക് ഇതേപോലെ വെളിയിലേക്ക് വരച്ചെടുത്ത് കേട്ടോ, അകത്തേക്കല്ല വെളിയിലേക്ക്. ഇനി നമുക്ക് ആം ഹോൾ ചരിച്ച് വരച്ചത് കണ്ടോ, ആ ഷോൾഡറിന് അകത്തുനിന്ന് ആണ് ഞാൻ അവിടുത്തെ ഒരു ഗ്യാപ്പ് 3/4 ഇഞ്ചോളവേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കെട്ടുടുപ്പിൻ്റെ വരയ്ക്കുന്ന നെക്കും ഷോൾഡറും ആം ഹോളിലേക്ക് വരയ്ക്കുന്ന ഒരു ഇത് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ കെട്ടുടുപ്പിൻ്റെ രീതി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് വെട്ടിയെടുക്കാം. നെക്കും വെട്ടി ഷോൾഡറിൽ നിന്ന് ആം ഹോളൂടെ ലൈനിങ് വെട്ടിയെടുത്ത് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ ക്ലോത്ത് മടക്കുന്നത് ശ്രദ്ധിച്ചോണേ. നേരെ തുണി മടക്കി 2ആയി മടക്കി കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാ തുണി വെട്ടാൻ വേണ്ടി മടക്കുന്നത്. അത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് അതേ രീതിയിലല്ല, കുറച്ച് വിട്ടിട്ട് നമുക്ക് വെട്ടാം കേട്ടോ. മെയിൻ ക്ലോത്ത് ഇതേപോലെ. ബിഗ്നേഴ്സൊക്കെ ആവുമ്പോൾ കറക്റ്റായിട്ട് വെട്ടിയാൽ നമുക്ക് ഭയങ്കര പാടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നെക്കിൻ്റെ സെൻറ്ററിൽ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂ ഇപ്പോൾ ഇത് 1 മീറ്റർ ഉണ്ട്. ഇതും 4ആയിട്ട് മടക്കിയിട്ടോ. എന്നിട്ട് താഴേന്ന് നമ്മുടെ ആ ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്നിടത്തു നിന്ന് നമുക്ക് 10 വേണ്ടത്. 1 ഇഞ്ച് കൂടെ കൂടുതലിട്ട് 11 മാർക്ക് ചെയ്യാം. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരം ഫ്രോക്കൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ബാലൻസ് മെറ്റീരിയൽ ഉള്ളത് കേട്ടോ. ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2ആയി മടക്കി, ഒന്നുകൂടെ മടക്കി, ഇപ്പോൾ 4ആയി മടക്കി കേട്ടോ. ലൈനിങ് നമുക്ക് 2 ഇഞ്ച് കുറച്ചെടുക്കാം. 11 ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഒരു 9 മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ മെയിൻ ക്ലോത്ത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കട്ട് പീസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കെട്ടുടുപ്പിന് വള്ളി വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതൊരു 13 ഇഞ്ചിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 13 ഒന്നും വേണ്ട കേട്ടോ, ഒരു 8, 9 മതി. ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ്. ഇതേ രീതിയിൽ നമുക്ക് 4 എണ്ണം വേണം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അതേപോലെ 2 സൈഡില്ലേ, അപ്പോൾ 4 എണ്ണം കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സൈഡിൽ 2 വള്ളി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കൂടെ എടുക്കണേ. അതിന് വേണ്ടി ഒരു 22, 20
ഇഞ്ച് നീളത്തിനാണ് നമുക്ക് തുണി എടുക്കേണ്ടത്. 2 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. 20-22 മതി, 1 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ടിഷ്യൂവിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ഈ നേവി ബ്ലൂ പട്ട പോലെ അടിക്കാം, ലേസ് പോലെ. അപ്പോൾ ഇതേപോലെ ബാലൻസ് തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് 2.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ 1 മീറ്റർ തുണിയല്ലേ, അപ്പോൾ ഇതേപോലെ 2 എണ്ണം മതിയാവും. ഞാനിപ്പോൾ എക്സ്ട്രാ 3 എണ്ണം, അഥവാ തികഞ്ഞില്ലെങ്കിലോ. അപ്പോൾ അതും കട്ട് ചെയ്തെടുത്തു. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം കേട്ടോ. ആദ്യം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ആ വള്ളിയാണ്. 2ആയിട്ട് മടക്കി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലൂപ്പ് ടേണർ വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചിട്ട് എടുക്കുന്നത്. ഇതേപോലെ 4 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4 എണ്ണം ചെയ്തെടുത്തു. ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആണ് കേട്ടോ. ഇതാ ചീത്ത വശം, ഇത് നല്ല വശം. നല്ല വശത്തിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഏത് വശമായാലും കുഴപ്പമില്ല. ലൈനിങ് ഇതേപോലെ നിവർത്തിയിട്ടിട്ട് മുകളിൽ ഇരിക്കുന്ന ലൈനിങ്ങും താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ മെയിൻ ക്ലോത്തും. ഇതേപോലെ പിന്നു കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട്. ഇനി നമ്മുടെ ഈ വള്ളി എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിനും മെയിൻ ക്ലോത്തിനും നടുവിലായിട്ടാണ് കേട്ടോ വള്ളി വെച്ച് കൊടുക്കേണ്ടത്. ഇതേപോലൊക്കെ വള്ളി വെച്ചിട്ട് നമുക്കൊന്ന് പിന്ന് കുത്തി കൊടുക്കാം. പിന്ന് തെന്നിപ്പോകാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് തുണി എന്തൊക്കെയോ പറയുന്നത്, തെന്നിപ്പോകാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ പിന്ന് കുത്തി കൊടുക്കുന്നത്. ഇതേപോലെ അതിൻ്റെ നടുവിന് വെച്ചിട്ട് പിന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ്ങിൻ്റെ. ഇതേപോലെ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ വള്ളി വരുന്നിടത്ത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വള്ളി വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസ് മെയിൻ ക്ലോത്തിൻ്റെ നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഈസി ആയിരിക്കും ബിഗിനേഴ്സിനൊക്കെ നെക്ക് അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഫുള്ളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെല്ലാം ഇതേപോലെ വെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചെടുത്താൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി എന്തോ വേണമെന്നറിയാവോ, നമുക്ക് ആ വള്ളി വന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ നുവർന്ന് വന്നോളും തുണിയെല്ലാം. ഇതൊന്ന് അയൺ ചെയ്തെടുക്കാമെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നല്ല ഭാഗവും കൂടെ വെച്ചിട്ട്, ഇത് ബാക്ക് വശമാണ്, ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നേരെ വെച്ചിട്ട് 4.5 കേട്ടോ. 4.5 താഴോട്ട് നോക്കുക. കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് വെട്ടിയെടുക്കാം. അവിടെയും 4.5. ബാലൻസ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാവേ. അടിഭാഗത്തൂടെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ കെട്ടാനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ തുണിയെടുത്തു. വള്ളി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ആദ്യത്തെ സ്റ്റിച്ച് ചരിച്ച് കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ചരിച്ച് കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് എടുക്കാം. ഇതും ഒന്ന് തിരിച്ചിട്ടെടുക്കണം കേട്ടോ. ലൂപ്പ് ടേണർ വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ നടക്കത്തില്ല. പിന്നെ നമ്മുടെ മെയിൻ ആയുധം എടുത്ത് തിരിച്ചിട്ടു. ഇതേ രീതിയിൽ അടുത്ത വള്ളിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ വള്ളി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്
കറക്റ്റായിട്ട് സ്ട്രൈറ്റ് കുത്തിയിട്ട് നൂത്തിട്ടേ ഞാൻ. എന്നിട്ട് ഇതാ ഇത് 1 ഇഞ്ച് മുകളിലോട്ട് വേണം വള്ളി വെച്ച് കൊടുക്കാൻ. ഇതാ നിവർത്തിയിട്ടിട്ട് ഇതിനകത്താണ് കേട്ടോ വെക്കേണ്ടത്. ഇതേപോലെ സ്റ്റിച്ചിട്ടെടുത്ത് ആ വള്ളിയുള്ളിടത്ത് ഡബിൾ സ്റ്റിച്ച് ഇടണം. പിന്നെ നമുക്ക് എത്ര സ്റ്റിച്ചാണോ വേണ്ടത് അത്രയും സ്റ്റിച്ചിട്ടെടുക്കാം. ഇതേ രീതിയിൽ 2 സൈഡിലും ഞാൻ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വള്ളി എൻ്റെ അല്പം വലുതായിപ്പോയി, അതൊന്ന് ഒരു 9 ഇഞ്ച് ലെങ്ത്തിൽ ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് താഴത്തെ പോർഷൻ നോക്കാം, ടിഷ്യൂവിൻ്റെ പോർഷൻ. അപ്പോൾ ടിഷ്യൂവിൻ്റെ പോർഷൻ ലൈനിങ്ങുമായിട്ട് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് കറക്റ്റ് റൗണ്ടിനൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ 18 ഇഞ്ചുണ്ട് എനിക്കിവിടെ. ഇതേ രീതിയിൽ 18 ഇഞ്ച് വീതിയിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഈ 1 മീറ്റർ നമ്മൾ ടോട്ടലും 18 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക. ഇതേപോലെ ചെറുതല്ല, ഒരു മീഡിയം പ്ലീറ്റ് ഇട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇതേപോലെ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റ് റൗണ്ടിന് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ കയറി ഇറങ്ങി പോവാതെ കറക്റ്റായിട്ട് പയ്യെ ജോയിൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കറക്റ്റ് ജോയിൻ ചെയ്തെടുത്തിട്ട് സൈഡ് പോർഷൻ നമുക്ക് അടിച്ച് എടുക്കാം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കണമെങ്കിൽ അടിക്കാം. ഞാനിപ്പോൾ അടിച്ചിട്ടില്ല കേട്ടോ. ഇതേ രീതിയിൽ. ഇനി സൈഡിൽ നമ്മൾ സ്റ്റിച്ച് വീണിട്ടുണ്ടാവില്ല, ആ സൈഡിലൂടെ സ്റ്റിച്ച് ഇട്ടെടുക്കുക. പിന്നെ ഡബിൾ സ്റ്റിച്ച് വേണ്ടവർക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. അതാ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിയാറായി. ഇനി ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ ലേസ് പോലെ കൊടുക്കാനായിട്ട് വെട്ടി വെച്ചിരുന്നത് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ. എന്നിട്ട് പിന്നെ എനിക്ക് കൺഫ്യൂഷനായിട്ടോ, പട്ടയുടെ മുകളിൽ കൊടുക്കണോ താഴെ കൊടുക്കണോ. പിന്നെ ഞാൻ ആലോചിച്ചു താഴെ കൊടുക്കാം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ കറക്കി ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. താഴ്ഭാഗവും മുകൾ ഭാഗവും അടിച്ചെടുക്കണം കേട്ടോ. മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ലേസിൻ്റെ മുകൾ ഭാഗം. ഇതേ രീതിയിൽ. ഇനി നമുക്ക് ആ വള്ളിയുടെ താഴെ ചെറിയൊരു ഇത് കൊടുക്കാം. അതിനുവേണ്ടി 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഇതേപോലെ മടക്കി സ്ട്രെയിറ്റ് ആക്കി കൊടുത്തേ. ഇനി കോണായിട്ട് മടക്കിയിട്ട് അതിനകത്ത് ആ വള്ളി വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ 4 ചെയ്തെടുക്കാവേ. അപ്പോൾ ഇനിയും ഞാനൊരു റൗണ്ടിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ടിഷ്യൂവിൽ. അതൊരു ഫ്ലവറാക്കി ചെയ്യാനാട്ടോ. ഇനി സൂചി എടുത്തിട്ട് ഈ റൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് ഫുള്ള് റൗണ്ടിന് ഇതേപോലെ ചെറിയ സൂചിയിൽ ഇങ്ങനെ കോർത്തെടുക്കുവാണ് കേട്ടോ. മുകളിലോട്ട് പൊങ്ങിപ്പോയി അതാ കാണാത്ത. എന്നിട്ട് ആ നൂലിനെ വലിച്ചാൽ മതി. വലിച്ച് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഒന്ന് തുന്നിയെടുക്കുക സെൻറ്ററിൽ. ഇതേപോലെ ഞാനൊരു 3 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രോക്കിൻ്റെ സെൻറ്ററിൽ വെക്കാണ് കേട്ടോ. ഇനി അതൊന്ന് തുന്നി പിടിപ്പിച്ചിട്ട് റൗണ്ട് ബീഡ് ഉണ്ടായിരുന്നേ, അത് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തു. ഇതേപോലെ. ഇനി നെക്കിൽ ഞാൻ ചെറിയൊരു വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൈ ഞാൻ ഉപയോഗിക്കുന്നത് വീറ്റ് ബീഡാണ് കേട്ടോ. വീറ്റ് ബീഡ് വെച്ചിട്ട് നെക്കിലൊരു ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തു. അതേ വീറ്റ് ബീഡ് വെച്ചിട്ട് തന്നെ നമുക്ക് താഴോട്ട് സ്പ്രെഡിങ്സ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ ഹാൻഡ് വർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി.
അപ്പോൾ ഈ വീഡിയോ നേരത്തെ എനിക്ക് കമൻറ്റ് ഇട്ട ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.